നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അധികം ആരും കഴിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ, അല്ലേ? അങ്ങനെയുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു വഴുതനങ്ങ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 2 വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത വഴുതനങ്ങ വേണം എടുക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആവശ്യമുണ്ട്. ചെറിയ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുക്കണം. വഴുതനങ്ങ അരിഞ്ഞിടാനായിട്ട് കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ്. കാരണം ചില വഴുതനങ്ങയ്ക്ക് ചിലപ്പോഴൊക്കെ ഒരു പൊള്ളലോ ചവർപ്പോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പുളിവെള്ളത്തിലേക്ക് അരിഞ്ഞെടുക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണിത്. വഴുതനങ്ങയെല്ലാം നമുക്ക് ഇതേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുക്കണം. ഇതേ വലിപ്പത്തിൽ തന്നെ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കളറ് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളാണ്: ഒരു വലിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, അരച്ചെടുക്കണം. കുറച്ചുകൂടി എളുപ്പമാണ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതേ ജാറിൽ തന്നെ തക്കാളി അരച്ചെടുക്കാം. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും നന്നായിട്ട് കഴുകി വഴുതനങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒക്കെ മാറാനായിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റി എടുത്തു വെച്ച ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതുപോലെ ഇതിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് സോഫ്റ്റായി കിട്ടിയിട്ടില്ല, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം നേരം നമുക്കിത് മൂടി വെച്ച് കൊടുക്കണം. 2 മിനിറ്റോളം ഇത് മൂടി വയ്ക്കാം. ഇപ്പം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞ് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്തിട്ട് ഇപ്പൊ ഈ കാണുന്ന ഒരു ലൈറ്റ് ആയിട്ടൊരു കളർ ഉണ്ടല്ലോ, ഇതൊക്കെ മാറി നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ചുവന്ന കളറാവും. എന്നിട്ട് ഇതിലെ എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വരുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സമയമാകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ടിത് കുറഞ്ഞ തീയിൽ ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതിവിടെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട്
ഒന്ന് ഗ്രേവിയാക്കി എടുക്കുക. ഏറ്റവും അവസാനം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇതിൽ നിന്നൊരു അല്പം ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഇനി ആ കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യും. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ ഒപ്പം കഴിക്കാനും അതുപോലെ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.